അപ്പോൾ കറികൾക്കും ഗ്രേവികൾക്കൊക്കെ പറ്റിയ നല്ലൊരു ഗരം മസാല ഉണ്ടാക്കിയെടുത്താലോ. അതിനായി 50 ഗ്രാം പെരുംജീരകം, 20 ഗ്രാം ഏലക്ക, ഒരു 20 ഗ്രാം ഗ്രാമ്പു, 20 ഗ്രാം പട്ട, ഒരു 3 വറ്റമുളക്, ഒരു 5 ഗ്രാം തക്കോലം, ഒരു 5 ഗ്രാം ജാതിപത്രി. അപ്പോൾ ഇതിൻ്റെ ഈർപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ചെടുക്കാം. അതിലേക്ക് കാണിച്ച എല്ലാ വിഭവങ്ങളും ഇട്ട് കൊടുക്കാം. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടുണ്ട് വറുത്തെടുത്തോളി, കരിഞ്ഞു പോകാത്ത രീതിയിൽ. അപ്പോൾ ഇത് ചിക്കൻ കറി, മീൻ കറി, ബീഫ് കറി, മട്ടൻ കറി, അതേപോലെ എല്ലാ ഗ്രേവികൾക്കും എല്ലാത്തരം ഫ്രൈ മസാലകൾക്കും ഒരേപോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തോളി. ഇനി പൗഡർ പോലെ ആകാതെ ചെറിയ തരിയോട് കൂടി നന്നായിട്ടുണ്ട് പൊടിച്ചെടുത്തോളി. കണ്ടോ, ഇതേപോലെ തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈസിയായ ടേസ്റ്റിയായ ഗരം മസാല നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.